സ്കാർലറ്റോ മൈതാനത്ത് താരങ്ങൾ പന്തുമായി ഓടുമ്പോൾ ഡഗ്ഔട്ടിൽ ചൂയിങ്കം ചവച്ചു നിൽക്കുന്ന പുരികം കൊണ്ട് കളി നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. അതെ, ഡോൺ കാർലോ എന്ന് ആരാധകർ സ്നേഹത്തോടെയും എതിരാളികൾ പേടിയോടെയും വിളിക്കുന്ന കാർലോസ് അൻസലോട്ടി. ഈ ലോകകപ്പിൽ അൻസലോട്ടിക്ക് എന്ത് ചെയ്യാനാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നാളിതുവരെ ബ്രസീലുകാരല്ലാത്തൊരാൾ പ്രധാന പരിശീലക വേഷത്തിൽ സെലസാവോകൾക്ക് വേദമോതി നൽകിയിട്ടില്ല. അവിടെയാണ് എതിർപ്പുകൾക്ക് ചെവി കൊടുക്കാതെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ഇറ്റാലിയൻ പരിശീലകനായ കാർലോയെ കൊണ്ടെത്തിക്കുന്നത്. നാളിതുവരെ ഇറ്റാലിയൻ ദേശീയ ടീമിന്റെ പരിശീലക കുപ്പായം കാർലോ അണിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ബ്രസീൽ പ്രസിഡന്റ് ചോദിച്ചതും. അയാൾ ഇതുവരെ ഇറ്റലിയെ പരിശീലിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ അയാൾ നിന്നില്ല? അവർ അവസാന ലോകകപ്പ് കളിച്ചിട്ട് പോലുമില്ല. ഇതായിരുന്നു അൻസലോട്ടിയെ പരിശീലകനാക്കാൻ ഫെഡറേഷൻ തീരുമാനിച്ചപ്പോൾ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആദ്യം ചോദിച്ചത്. അത്രമേൽ വിമർശനം നേരിട്ട, കുത്തിനോവിക്കാൻ കണ്ണുകൾ കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുന്ന ഒരു ഹോട്ട് സീറ്റിലേക്കാണ് കാർലോ എത്തിയത്. 2022 ടിറ്റെ അഴിച്ചുവെച്ച കുപ്പായമാണിത്. പിന്നീട് വന്നവർക്കാർക്കും പ്രതീക്ഷകളുടെ 7 അയലത്ത് പോലും എത്താനായിട്ടില്ല. അൻസലോട്ടിക്ക് ഇതിലൊരു മാറ്റം വരുത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നത് പരിശീലകരുടെ സ്വപ്നമാണ്. അതേ ചാമ്പ്യൻസ് ലീഗ് കിരീടം 5 തവണ നേടിയെടുത്ത ആളാണ് കാർലോ. യൂറോപ്പിലെ മികച്ച 5 ലീഗുകളും നേടിയെടുത്ത ഒരേ ഒരാൾ. ദേശീയ പരിശീലക കുപ്പായത്തിൽ തന്റെ മികവ് തുടരാൻ ആവുമെന്നാണ് കാർലോയുടെ ആത്മവിശ്വാസം. നെയ്മറുടെ മടങ്ങിവരവ് ലോകം കാത്തിരിക്കുന്നത് അതിന് തന്നെയാണ്. വിനീഷ്യസും റാഫിഞ്ഞയും മാർട്ടിനെല്ലിയും കുഞ്ഞയും അടങ്ങുന്ന മുന്നേറ്റവും, കാസമിറോയും ഗിമിറസും ടക്വറ്റയും നയിക്കുന്ന മധ്യനിരയും, മാർക്കിന്യോസും മഗലസും ഒരുക്കുന്ന പ്രതിരോധവും, പോസ്റ്റിൽ അലിസിൻ ബക്കറും, ബെഞ്ചിലും കളത്തിലും മികച്ച ഒരു ടീം തന്നെയുണ്ട് കാർലോയ്ക്ക്. അതിനെ കളിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ ബ്രസീലിന്റെ നെഞ്ചിലേക്ക് 6ാമതൊരു നക്ഷത്രം കൂടി ചാർത്താം. ജോഗോ ബോണിറ്റോ, ദ ബ്യൂട്ടിഫുൾ ഗെയിം. ബ്രസീലിയൻ ഫുട്ബോൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. മനോഹരമായ സാമ്പാ ചുവടുകളാൽ അലങ്കരിക്കപ്പെട്ടത്. കാൽപന്തിനെ അതിന്റെ ഏറ്റവും മനോഹരമായ രൂപത്തിലേക്ക് മാറ്റിയത് ബ്രസീലുകാരാണ്. അവിടെയാണ് ആശങ്ക. പരമ്പരാഗത സാമ്പാ ശൈലികൾക്ക് ഒരു അവസാനമാകുമോ കാർലോയുടെ വരവ് എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. വൻകരയിൽ നിന്നും ഏറെ പ്രയാസപ്പെട്ടാണ് ഇക്കുറി ബ്രസീൽ യോഗ്യത നേടിയത്. കാനറികളില്ലാത്ത ഒരു ലോകകപ്പും നാളിതുവരെ അരങ്ങേറിയിട്ടില്ല. താരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ രാജ്യം പക്ഷേ ഒരു വിശ്വകനക കിരീടം നേടിയിട്ട് 24 വർഷമായി. 2 നീലക്കുറിഞ്ഞിക്കാലം എന്നത് ബ്രസീലുകാരെ സംബന്ധിച്ച് വലിയ ഒരു ഇടവേള തന്നെയാണ്. ടൂർണമെന്റിലെ പ്രവചനങ്ങളിൽ മിക്കതിലും ബ്രസീലുകാരില്ല. അത്രയൊന്നും സാധ്യത പറയപ്പെടാതെയാണ് അവരെത്താൻ പോകുന്നത്. പക്ഷേ ഇതാദ്യമായല്ല. 2002 റൊണാൾഡോ നസാറിയോ നിറഞ്ഞാടിയ, കഫു കപ്പിൽ ചുംബനത്താൽ ആലിംഗനം ചെയ്ത ആ ലോകകപ്പിലും ബ്രസീൽ ഏറ്റവും മികച്ച സാധ്യതക്കാരായിരുന്നില്ല. പരിക്കുകൾ വേട്ടയാടിയ ആ ലോകകപ്പിന്റെ ഓർമ്മകൾ ഇന്നും അലയടിക്കുന്നു. സൂപ്പർ താരം നെയ്മറിന്റെ അടക്കം അനേകം പരിക്കുകൾ ടീമിനെ ബാധിച്ചിരിക്കുന്നു ലോകകപ്പിന് മുന്നേ തന്നെ. അതെല്ലാം മറികടക്കാൻ അൻസലോട്ടിയുടെ തന്ത്രങ്ങൾക്ക് ആകുമോ എന്ന് നമുക്ക് കണ്ടറിയാം.